പുള്ളിക്കാരി മാക്സിമം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മളുമായിട്ടൊരു മിങ്കിൾ ചെയ്ത് പോകാനും നമ്മളുമായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ടൊക്കെ ചേർന്ന് പോകാനൊക്കെ മാക്സിമം ശ്രമിക്കാവുന്ന ഒരു കൊച്ച്, നല്ലൊരു ചേച്ചി. അമേരിക്കയിലാണ് സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി ജനിച്ചു വളർന്നെന്ന് നമുക്ക് തോന്നത്തില്ല. പയ്യനാണെങ്കിൽ അടിപൊളി ഒരു പയ്യൻ, എന്തോ ഗ്ലാമറാണെന്നറിയാം. ഞാൻ ആ സമയത്ത് അത്രയും നല്ലൊരു ഗ്ലാമർ പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. MBBS കഴിഞ്ഞാണെന്നുള്ള ഒരു കുഴപ്പമില്ല, നല്ല ഫ്രണ്ട്ലി ഒരു ചെസൻ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഈ പെൺകുട്ടിയൊക്കെ തിരിച്ചു പോയി, പെൺകുട്ടി അപ്പനൊക്കെ തിരിച്ചു പോയി. ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ്റെ വിസയൊക്കെ ശരിയായി, പയ്യനും അമേരിക്കയിലേക്ക് പോയി. അങ്ങനെ അവർ ചെന്നു. ഈ പയ്യൻ ചെന്ന് ലാൻഡ് ചെയ്ത ദിവസം ഈ പുള്ളിക്കാരി ഒരു ക്ലാസ് മെർസിഡീസ് ബെൻസാണ് ഗിഫ്റ്റ് ചെയ്തത്. ചേച്ചിക്ക് നല്ല ജോലിയാണ്, അവിടെ നന്നായിട്ട് പഠിത്തം കഴിഞ്ഞാൽ നല്ല ജോലിയൊക്കെയാണ്. ഒരു ക്ലാസ് ബെൻസാണ് ഈ പെൺകുട്ടി ആ ചേച്ചന് ഗിഫ്റ്റ് കൊടുത്തത്. അങ്ങനെ അവർ ഒരുമിച്ച് താമസിക്കുന്നു. അപ്പം മറ്റ് ചൈനയിൽ നിന്നൊക്കെ MBBS കഴിഞ്ഞ ഒരാൾ അമേരിക്കയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു കോഴ്സൂടെ പാസ്സാവണം. അപ്പോൾ ആ കോഴ്സിൻ്റെ ഫീസ് വലിയൊരു എമൗണ്ടാണ്. അത് നമുക്ക് പല ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടച്ചാൽ മതി. പക്ഷേ ഈ വ്യക്തി അത് മൊത്തം ഒരുമിച്ച് അടച്ചു. കാരണം ഒരുമിച്ച് അടച്ചാലും ഈ ചേച്ചിയെ കൊണ്ട് അടപ്പിച്ചത്. പിന്നെ ഈ പുള്ളി ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ. അപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഈ ബ്രാൻഡഡ് സാധനങ്ങളെന്ന് പറഞ്ഞാലും എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കാൻ ചേച്ചിയുടെ കാശുണ്ട്, അവർ മേടിച്ചു കൊടുക്കുന്നുണ്ട്, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പം എന്നോ ഒരിക്കൽ ഈ പെൺകുട്ടിയല്ല, ഇതിനു മുമ്പായിട്ട് ഇവർ എന്ത് ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞാലും, അതായത് അമേരിക്കയിൽ ചെന്നിട്ട് കുറച്ച് കറങ്ങാനൊക്കെ പ്ലാൻ ചെയ്താലും